എൻ്റെ പിതാവ് ലേബർ ഇന്ത്യ എന്നൊരു പ്രസിദ്ധീകരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു പാരലൽ കോളേജ് നടത്തിയിരുന്നു. പാരലൽ കോളേജ് അധ്യാപകനായിരുന്നു. അവിടെ അദ്ദേഹം കുട്ടികൾക്ക് കൊടുത്തിരുന്ന നോട്ടുകൾ അയൽ സ്കൂളുകളിലും അടുത്ത പ്രദേശങ്ങളിലെ കുട്ടികളും വന്ന് വാങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അതിനെ പ്രിൻ്റ് ചെയ്തൊരു നോട്ട് ബുക്കാക്കി കൊടുക്കാൻ തുടങ്ങിയത്. പ്രിൻ്റ് ചെയ്തൊരു നോട്ട് ബുക്കാക്കാൻ കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ന്യൂസ് പ്രിൻ്റ് കിട്ടാനില്ലാത്ത സ്ഥിതി വരികയും അതിന് കോട്ട ആവശ്യമുണ്ട് എന്ന്. അക്കാലത്തൊക്കെ പേപ്പർ ന്യൂസ് പ്രിൻ്റ് കോട്ടയുള്ളവർക്ക് മാത്രമേ ന്യൂസ് പ്രിൻ്റ് കിട്ടുമായിരുന്നുള്ളൂ. അങ്ങനെയാണ് അന്ന് പേപ്പർ കോട്ട ലഭ്യമായിരുന്ന ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പേര്, ആ പ്രസിദ്ധീകരണം നിന്നുപോയി, പക്ഷേ അവർക്ക് കോട്ട അനുവദിച്ചിരുന്നു. അതൊരു ട്രേഡ് യൂണിയൻ പ്രസിദ്ധീകരണമായിരുന്നു. അതിന് ലേബർ ഇന്ത്യ എന്നായിരുന്നു പേര്. അതൊരു വൈദികൻ അന്ന് നടത്തിയിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. ഫാദർ ജോസഫ് കുതിയാത്ത് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം ഇപ്പോൾ ഇല്ല. അദ്ദേഹം എൻ്റെ പിതാവിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ന്യൂസ് പ്രിൻ്റൊക്കെ വാങ്ങാൻ നല്ലതാണ്, ഈ ടൈറ്റിൽ അങ്ങ് വെച്ചോളൂ. അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്ന നോട്ടിന് ലേബർ ഇന്ത്യ എന്ന വിചിത്രമായ ഒരു പേരുമായി അത് ജന്മം കൊള്ളപ്പോൾ എൻ്റെ പിതാവ് പോലും ധരിച്ചിട്ടുണ്ടാവില്ല അത് ഈ വഴിക്കൊക്കെ പോയി ആ പ്രസിദ്ധീകരണത്തിൽ നിന്ന് പണിയെടുത്ത് പണി പഠിച്ച ഒരു മകൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോയി ഒരു ടെലിവിഷൻ ചാനൽ നടത്തി ലോകം മുഴുവൻ കറങ്ങുന്നയാളായി മാറുന്നത്. എൻ്റെ പിതാവ് ലേബർ ഇന്ത്യ എന്നൊരു പ്രസിദ്ധീകരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു പാരലൽ കോളേജ് നടത്തിയിരുന്നു. പാരലൽ കോളേജ് അധ്യാപകനായിരുന്നു. അവിടെ അദ്ദേഹം കുട്ടികൾക്ക് കൊടുത്തിരുന്ന നോട്ടുകൾ അയൽ സ്കൂളുകളിലും അടുത്ത പ്രദേശങ്ങളിലെ കുട്ടികളും വന്ന് വാങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അതിനെ പ്രിൻ്റ് ചെയ്തൊരു നോട്ട് ബുക്കാക്കി കൊടുക്കാൻ തുടങ്ങിയത്. പ്രിൻ്റ് ചെയ്തൊരു നോട്ട് ബുക്കാക്കാൻ കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ന്യൂസ് പ്രിൻ്റ് കിട്ടാനില്ലാത്ത സ്ഥിതി വരികയും അതിന് കോട്ട ആവശ്യമുണ്ട് എന്ന്. അക്കാലത്തൊക്കെ പേപ്പർ ന്യൂസ് പ്രിൻ്റ് കോട്ടയുള്ളവർക്ക് മാത്രമേ ന്യൂസ് പ്രിൻ്റ് കിട്ടുമായിരുന്നുള്ളൂ. അങ്ങനെയാണ് അന്ന് പേപ്പർ കോട്ട ലഭ്യമായിരുന്ന ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പേര്, ആ പ്രസിദ്ധീകരണം നിന്നുപോയി, പക്ഷേ അവർക്ക് കോട്ട അനുവദിച്ചിരുന്നു. അതൊരു ട്രേഡ് യൂണിയൻ പ്രസിദ്ധീകരണമായിരുന്നു. അതിന് ലേബർ ഇന്ത്യ എന്നായിരുന്നു പേര്. അതൊരു വൈദികൻ അന്ന് നടത്തിയിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. ഫാദർ ജോസഫ് കുതിയാത്ത് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം ഇപ്പോൾ ഇല്ല. അദ്ദേഹം എൻ്റെ പിതാവിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ന്യൂസ് പ്രിൻ്റൊക്കെ വാങ്ങാൻ നല്ലതാണ്, ഈ ടൈറ്റിൽ അങ്ങ് വെച്ചോളൂ. അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്ന നോട്ടിന് ലേബർ ഇന്ത്യ എന്ന വിചിത്രമായ ഒരു പേരുമായി അത് ജന്മം കൊള്ളപ്പോൾ എൻ്റെ പിതാവ് പോലും ധരിച്ചിട്ടുണ്ടാവില്ല അത് ഈ വഴിക്കൊക്കെ പോയി ആ പ്രസിദ്ധീകരണത്തിൽ നിന്ന് പണിയെടുത്ത് പണി പഠിച്ച ഒരു മകൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോയി ഒരു ടെലിവിഷൻ ചാനൽ നടത്തി ലോകം മുഴുവൻ കറങ്ങുന്നയാളായി മാറുന്നത്.